2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളിലും വളരെ വലിയ തോതിലുള്ള ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളായി മാറാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടങ്ങൾ നടക്കാനായിട്ട് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യം. ലേറ്റസ്റ്റ് ആയിട്ട് കുറേയധികം സർവേ റിസൾട്ടുകൾ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ നിയമം ഏറ്റവും കൂടുതൽ ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനിടയുള്ള ഒരു സ്ഥലമാണ് നിയമമെന്ന് പറയുന്നത്. നിയമത്ത് ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് അട്ടിമറിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നിലവിൽ അവിടെ LDF ഭരണമാണ്. LDF ഭരണം മാറി മറിയുമോ? BJP വീണ്ടും നിയമം പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ? UDFന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം നിയമത്തുണ്ടാകുമോ എന്നുള്ള വളരെ വലിയൊരു ചോദ്യം നിലനിൽക്കുന്ന ഒരു സ്ഥലം നിയമം. തീർച്ചയായിട്ടും നിയമം തന്നെയായിരിക്കും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. നിയമത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. സർവേ റിസൾട്ട് പ്രകാരം തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ചില കണക്കുകൾ നോക്കേണ്ടത് വ്യക്തമാണ്. നിയമം ആരുടെ കൂടെയാണ്, അല്ലെങ്കിൽ നിയമത്ത് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് നിയമം എന്ന കാര്യത്തിൽ സംശയമില്ല. അത് BJPയുടെ അവിടുത്തെ പ്രകടനങ്ങൾ നോക്കുമ്പോൾ തന്നെയും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ നാളുകളിൽ എന്നുള്ളതും വ്യക്തം തന്നെയാണ്. അവിടെ BJPക്ക് കേരളത്തിൽ നിന്നും ഒരു MLA കിട്ടിയതും നിയമത്തിൽ നിന്ന് തന്നെയായിരുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. 2016 അവിടെ BJP വിജയിക്കുന്നു. 5 കൊല്ലം നിയമത്ത് MLA ആയിട്ട് O രാജഗോപാൽ ഇരിക്കുന്നു. 2021 അവിടെ കുമ്മനം രാജശേഖരൻ വരുന്നു. അവിടെ BJPക്ക് തോൽവി വഴങ്ങേണ്ടി വരുന്നു. നമുക്ക് നിയമത്തെ കണക്കൊന്ന് പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതായത് നിയമം ആരുടെ ഒരു ചായ്വിലാണ് എന്നുള്ള തരത്തിൽ. അതിൽ നമുക്ക് 1991 മുതൽ തുടങ്ങാം. അതായത് 1991 കണക്ക് നോക്കുമ്പോഴത്തേക്കും CPIM ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. അതായത് VJ തങ്കപ്പനാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. 47,000 വോട്ട് അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 44% വോട്ടായിരുന്നു. ഇനി CMBയിൽ അവിടെ മത്സരിച്ചത് സ്റ്റാൻലി സത്യനേശനായിരുന്നു. 40,000 കൂടുതൽ വോട്ടുകൾ, 37%. BJP അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. P അശോക് കുമാർ ആയിരുന്നു അന്ന് മത്സരിച്ചത്. 17,000 വോട്ടായിരുന്നു അന്ന് BJP അവിടെ നേടിയത്. 3-ാം സ്ഥാനത്തായിരുന്നു. 1991 ഏകദേശം 16% വോട്ടായിരുന്നു അന്ന് നേടിയത്. ഇനി ഇത് 1996 വരുമ്പോഴത്തേക്കും CPIM P ഭാസ്കരനായിരുന്നു അവിടെ മത്സരിച്ചത്. P ഭാസ്കരൻ നേടിയ വോട്ടുകൾ 51,000 കൂടുതൽ വോട്ടുകൾ നേടി, 46% വോട്ടുകൾ. അവിടെ INC 2-ാം സ്ഥാനത്ത് K മോഹൻകുമാർ 47,000 വോട്ടുകൾ. BJP 3-ാം സ്ഥാനത്ത് 9,000 വോട്ടുകളായിരുന്നു അന്ന് BJPക്ക് 1996 കിട്ടിയത്. അതായത് 91 വോട്ടുകൾ കുറഞ്ഞു BJPക്ക് 96 അവിടെ 2001 വരുമ്പോഴത്തേക്കും INC അവിടെ വിജയിച്ചു. N ശക്തൻ അവിടെ വിജയിച്ചു. 56,000 വോട്ടുകളായിരുന്നു നേടിയത്, 46% വോട്ടുകൾ. CPIM P ഭാസ്കരൻ തോറ്റു, 47,000 വോട്ടുകൾ. BJP MS കുമാർ 16,872 വോട്ടുകൾ അവിടെ നേടി, 13% വോട്ടുകൾ. BJP 3-ാം സ്ഥാനത്ത് തന്നെയായിരുന്നു 3 തവണയും തുടരുന്നത്. ഇനി 2006 എത്തിയപ്പോഴത്തേക്കും അവിടെ N ശക്തൻ വിജയിച്ചു, INC സ്ഥാനാർത്ഥി വിജയിച്ചു. 60,000 വോട്ടുകളിൽ കൂടുതൽ നേടി അവിടെ. CPIM P ഭാസ്കരൻ 50,000 വോട്ടുകൾ, വീണ്ടും തോറ്റു. 41% വോട്ടുകളായിരുന്നു അദ്ദേഹം നേടിയത്. BJP 3-ാം സ്ഥാനത്ത് മലയങ്കീഴ് രാധാകൃഷ്ണൻ 6,705 വോട്ടുകൾ മാത്രമേ അവിടെ നേടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2006 കണക്ക് ഏകദേശം 5% കൂടുതൽ വോട്ടുകൾ മാത്രമായിരുന്നു അവിടെ ലഭിച്ചത്. BJP 3-ാം സ്ഥാനത്തായിരുന്നു അപ്പോഴും. ഇനി 2011 ഏറ്റവും വലിയൊരു അട്ടിമറി അവിടെ നടക്കുന്നത്. അതായത് 2011 CPIM V ശിവൻകുട്ടി അവിടെ വിജയിക്കുന്നു. 50,000 കൂടുതൽ വോട്ടുകൾ അവിടെ നേടുന്നു, ഏകദേശം 42%-ലധികം വോട്ടുകൾ. BJP അവിടെ 2-ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ആദ്യമായി 2-ാം സ്ഥാനത്ത് നിയമത്ത് BJP എത്തുന്നു. 2011 എത്തുന്നത്. O രാജഗോപാലാണ് അവിടെ മത്സരിച്ചത്. അതായത് 43,661 വോട്ടുകൾ രാജഗോപാൽ അവിടെ നേടുന്നു. ഏകദേശം 38% വോട്ടുകൾ അദ്ദേഹം അവിടെ സ്വന്തമാക്കി. അവിടെ SJD
മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു. 20,248 വോട്ടുകൾ മാത്രമായിരുന്നു അവിടെ നേടിയത്. അത് കഴിഞ്ഞിട്ട് 2016 വരുമ്പോഴത്തേക്കും അവിടെ BJP പിടിക്കുന്നു. അതായത് BJPക്ക് ആ സ്ഥലത്ത് ഒരു വിജയമുണ്ടാവുന്നു. നേമത്ത് BJP O രാജഗോപാൽ 67,813 വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുന്നു. 47% വോട്ടുകൾ. CPIM ശിവൻകുട്ടി തോറ്റുപോയിരിക്കുന്നു. 59,142 വോട്ടുകൾ, 41% വോട്ടുകൾ. ഇനി JDU വി സുരേന്ദ്രൻപിള്ള 13,860 വോട്ടുകൾ നേടിയിരിക്കുന്നു. 9% വോട്ടുകൾ. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് അവിടെ ഭരണമുണ്ട്. അതായത് അവിടെ MLA ഉണ്ടായിരുന്ന കോൺഗ്രസ് പിന്നെ അവിടെ എല്ലാ രീതിയിലും ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതായത് കോൺഗ്രസ്സിന് ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ സാധിക്കാത്ത തരത്തിലോട്ട് കോൺഗ്രസ് നേമത്ത് ഒരു വലിയ തോതിലുള്ള പരാജയമായി മാറുകയായിരുന്നു. പക്ഷേ ഇത് 2021 വരുമ്പോഴത്തേക്കും, അതായത് 2016 BJP അവിടെ വിജയിച്ചു. ഒരു അട്ടിമറി വിജയം BJPക്ക് ഒരു MLA ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം 2016 ശേഷം 2021 വരുമ്പോഴത്തേക്കുമാണ് അടുത്ത ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് CPIM ശിവൻകുട്ടി വീണ്ടും അവിടെ വിജയിച്ചു. 55,837 വോട്ടുകൾ നേടി വിജയിച്ചു. 38% വോട്ടുകൾ. കുമ്മനമാണ് അവിടെ മത്സരിച്ചത്. രാജഗോപാൽ അവിടെ മത്സരിച്ചില്ല. കുമ്മനം രാജശേഖരൻ മത്സരിച്ചു. 51,888 വോട്ടുകൾ നേടി 35% വോട്ടുകൾ നേടി. INCയിൽ അവിടെ വീണ്ടും K മുരളീധരൻ, അതായത് ഏറ്റവും കൂടുതൽ ഒരു ത്രികോണ പോരാട്ടം നടന്നത് 2021 മുരളീധരൻ 36,524 വോട്ടുകൾ നേടി 25% വോട്ടുകൾ അവിടെ നേടി 3-ാം സ്ഥാനത്തേക്ക് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവിടെ ഒരു അട്ടിമറി വിജയം ശിവൻകുട്ടി നേടുകയുണ്ടായി. BJPയിൽ നിന്നും സീറ്റ് നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ 2016 2021 വന്നപ്പോഴത്തേക്കും CPI വിജയിച്ചെങ്കിൽ പോലും വോട്ട് ശതമാനം നോക്കുമ്പോഴത്തേക്കും കുറവാണ് അവിടെ വന്നത്. അത് CPIMനും BJPക്കും വോട്ട് ശതമാനം കുറവാണ് അവിടെ ഉണ്ടായതെന്ന് പറയുന്നത്. അതായത് ഏകദേശം 3% വോട്ടുകൾ LDFന് കുറഞ്ഞു, 11% വോട്ടുകൾ BJPക്ക് അവിടെ കുറഞ്ഞു. ഇനി ഇത് 2024 പാർലമെൻറ്റ് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഇടതുപക്ഷത്തെ പിന്നിലാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ, അതായത് BJP അവിടെ വീണ്ടും 1-ാം സ്ഥാനത്തേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി നേമത്ത്. അതും വളരെ നല്ല രീതിയിലുള്ള ഡിഫറൻസ് അവിടെ BJP ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവിടെ രാജീവ് ചന്ദ്രശേഖറിന് നല്ല വോട്ട് കിട്ടുന്ന തരത്തിലോട്ട് നേമത്ത് BJP വീണ്ടും 1-ാം സ്ഥാനത്ത് വരുന്ന തരത്തിലോട്ട് പാർലമെൻറ്റ് ഇലക്ഷനിൽ 2024 മാറുകയുണ്ടായി. അവിടെ ഇടതുപക്ഷം പിന്നിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയുമായിരുന്നു. ഇത് 2026 വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന കണക്ക് പ്രകാരം നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷ ഭരണം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ നേമത്ത് 2026 ഒരു സ്ഥാനാർത്ഥി നിർണയം ഇതുവരെയായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും BJP സ്ഥാനാർത്ഥി ആരാന്നുള്ളത് ഏകദേശം ഉറപ്പാക്കി കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നതെന്ന് ഉറപ്പാക്കി കഴിഞ്ഞു. പക്ഷേ ഇടതുപക്ഷത്തിൽ നിന്നും ശിവൻകുട്ടി മത്സരിക്കുന്നില്ലേ, വേറെ ആരെങ്കിലും ആണോ? ഇനി UDFൽ നിന്ന് ഇത്തവണ ആരാണ് മത്സരിക്കാൻ വരുന്നത്? ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി അവിടെ നിർത്തുമോ? അതല്ല കഴിഞ്ഞ തവണത്തെ കണക്കൊക്കെ തന്നെ, അതായത് 2016 കണക്ക് തന്നെ അവിടെ ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രാധാന്യമില്ലാത്ത സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സർവേ റിസൾട്ട്, ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ നേമത്ത് BJPക്ക് വിജയ സാധ്യത എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് BJPക്ക് 42% മുതൽ 45% വോട്ടുകൾ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ട് പ്രകാരം പറയുന്നതെന്ന് പറയുന്നത്. LDFന് 31% മുതൽ 34% വരെ എന്നുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. UDF 20% മുതൽ 23% വരെ എന്നുള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 42% മുതൽ 45% വരെ BJPക്ക് അവിടെ വിജയം എന്നുള്ള തരത്തിലാണ് ഈ ഒരു സർവേ റിസൾട്ട് പറഞ്ഞിരിക്കുന്നത്. LDFന് 34%, UDF 23% എന്നുള്ള കണക്കാണ് പറഞ്ഞത്. അതായത് BJPക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലീഡ് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു സർവേ പ്രകാരം എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെ.
തന്നെയാണ്. തീർച്ചയായിട്ടും അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് ഒരു മുൻതൂക്കമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് മറികടക്കാനായിട്ട് ഇടതുപക്ഷത്തിനോ UDFനോ സാധിക്കുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ 3ാം സ്ഥാനത്താവാൻ തന്നെയാണ് ഇത്തവണയും സാധ്യത കൂടുതലായി കാണുന്നത്. ചിലപ്പോൾ വോട്ട് ശതമാനം ചെറിയ തോതിലെങ്കിലും വർദ്ധിപ്പിച്ചാലായി. പക്ഷേ കഴിഞ്ഞ തവണ മുരളീധരൻ നിന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു തരത്തിലുള്ള ഒരു വോട്ട് മുന്നേറ്റം ഉണ്ടായത്. പക്ഷേ എങ്കിൽ പോലും 3ാം സ്ഥാനത്താവുന്ന തരത്തിലോട്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഇനി മുരളീധരനെ പോലൊരു വ്യക്തിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ടും ആ ഒരു തരത്തിൽ 3ാം സ്ഥാനത്തായി പോയെങ്കിൽ ഇത്തവണ ഇനി ആരെ കൊണ്ടുവന്ന് നിർത്തും എന്നുള്ളത് ഒരു ചോദ്യമാണ്. വോട്ട് ശതമാനം വീണ്ടും കുറയുന്ന തരത്തിലോട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഗുണമാകുന്നത് BJPക്ക് തന്നെയാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആര് നിർത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതായത് ശിവൻകുട്ടി മത്സരിക്കുന്നില്ല എന്നൊക്കെ തരത്തിലാണ് പറയുന്നതെങ്കിൽ പോലും അവിടെ ആരായിരിക്കും ഇത്തവണ ശിവൻകുട്ടിക്ക് പകരം ഇറങ്ങുന്നത്? അതായത് ശിവൻകുട്ടി തന്നെ ഇനി ഇറങ്ങുമോ എന്നുള്ള ചോദ്യം. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ BJP സ്ഥാനാർത്ഥി ആരെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. ഇനി വലതുപക്ഷത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥി ആര് എന്നുള്ള ഒരു ചോദ്യം മാത്രമേ അവിടെ നിലനിൽക്കുന്നുള്ളൂ. അതും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും ഒരു അട്ടിമറി അവിടെ സംഭവിക്കുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്ന സർവേ റിസൾട്ട് പ്രകാരം അവിടെ BJPക്ക് വ്യക്തമായിട്ടുള്ള ഒരു വിജയം പറഞ്ഞിരിക്കുന്നു. 42%, 45% എന്നുള്ള വോട്ട് ശതമാനം BJPക്ക് വിജയസാധ്യത കൃത്യമായി പറയുന്നു. LDF 31%, 34%, UDF 20% മുതൽ 23% വിന്നിംഗ് പെർസെൻറ്റേജ് ആ ഒരു തരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു അട്ടിമറി സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതായത് 2016 BJP ഇടതുപക്ഷ സീറ്റ് അട്ടിമറിച്ചെങ്കിൽ 2021 BJP സീറ്റ് ഇടതുപക്ഷം അട്ടിമറിച്ചു. ഇനി 2026 വീണ്ടും ഇടതുപക്ഷത്തെ അട്ടിമറിച്ചുകൊണ്ട് BJP ആ സീറ്റ് നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.